ഹായ് ഓൾ, ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മോഡ്യൂൾ 2ന്റെ ഒരു റിവിഷൻ ക്ലാസ് ആണ് എടുക്കുന്നത്. ഫസ്റ്റ് നമ്മൾ മോഡ്യൂൾ 2ൽ ഡിസ്കസ് ചെയ്തിരുന്നത് കുളംസ് ലോയെ. ഓക്കെ, കുളംസ് ലോ. അപ്പൊ കുളംസ് ലോ ഫോഴ്സ് കണ്ടെത്താൻ രണ്ട് ചാർജസ് ഉണ്ടെങ്കിൽ ആ രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സ് കണ്ടെത്താനാണ് ഏത് ഉപയോഗിക്കാറ്? കുളംസ് ലോ ഉപയോഗിക്കാറ്. ഓക്കെ, അപ്പൊ അതിന്റെ ഡെഫിനേഷൻ പറയുന്നത്, ഡെഫിനേഷൻ നിങ്ങൾ നോക്കുക. അപ്പൊ രണ്ട് ചാർജ് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു പ്രൊഡക്റ്റ് ഓഫ് ടു ചാർജസ്. അതായത് രണ്ട് ചാർജ് Q1 Q2 ഉണ്ടെങ്കിൽ അതിന്റെ പ്രൊഡക്റ്റിന് എന്തായിക്കാരം? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിക്കാരം. അതിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ. ഓക്കെ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ Q1 ആൻഡ് Q2. ഓക്കെ, ആ പ്രൊപ്പോർഷണാലിറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ആ കെന്റെ വാല്യൂ ആണ് 1/4π എപ്സിലോൺ ആർ എന്ന് പറയാറ്. എപ്സിലോൺ നോട്ട് ഇൻറ്റു എപ്സിലോൺ ആർ. അധിക ടൈമിലും എപ്സിലോൺ ആറിന്റെ വാല്യൂ എയർ ആയതുകൊണ്ട് 1 ആയി. ഓക്കെ, ഇനി എപ്സിലോൺ നോട്ടിന്റെ വാല്യൂ എത്രയായിരുന്നു? 8.854 ഇൻറ്റു 10⁻⁻12. ഓക്കെ, -12 എന്നുള്ളതാണ് എന്ത്? എപ്സിലോൺ നോട്ടിന്റെ വാല്യൂ. അത് കാണാതെ പഠിക്കണം. ഓക്കെ, ഈ 1/4π എപ്സിലോൺ നോട്ട് എന്നുള്ള വാല്യൂ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എപ്സിലോൺ നോട്ടിന്റെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് എന്ത്? 9 ഇൻറ്റു 10⁻⁹ എന്നുള്ള വാല്യൂ. പിന്നെ Q1 Q2/r². ഓക്കെ, ഇനി ഇവിടെ എപ്സിലോൺ ആറും കൂടി ഉണ്ടെങ്കിൽ ഡിവൈഡ് ബൈ എപ്സിലോൺ ആർ എന്നുള്ള വാല്യൂ. ഇനി ഇതാണ് എന്ത്? അതിന്റെ ഡയറക്ഷൻ കാണിക്കുന്നത്. ഓക്കെ, ഫോഴ്സിന്റെ ഡയറക്ഷൻ ആണ് ഈ AR എന്നുള്ളത് കാണിക്കുന്നത്. ഫോഴ്സ് എന്നുള്ളത് ഒരു വെക്റ്റർ ആണ്. അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് ഈ ടേം. ഓക്കെ, അപ്പൊ അതിന്റെ ഡയറക്ഷൻ ആണ് AR എന്നുള്ള വെക്റ്റർ കൊണ്ട് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ് വരിക? ഓക്കെ, ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ് വരിക? ന്യൂട്ടൺ. ഓക്കെ, ന്യൂട്ടൺ. ഓക്കെ, അത്രയും കാര്യങ്ങൾ എഴുതി വെക്കുക. ഇനി ഇതിപ്പോ രണ്ട് ചാർജസ് ആണെങ്കിലാണ്. ഇനി ഇതിൽ മൾട്ടിപ്പിൾ ചാർജസ് ഉണ്ട്. അതായത് Q1 Q2 Q3 Q4 ഉണ്ടെങ്കിൽ നമ്മളോട് ഇപ്പൊ ഫോഴ്സ് എക്സ്പീരിയൻസോടും Q4 കാണാൻ പറഞ്ഞാൽ നമ്മൾ ഏത് ഉപയോഗിക്കുക? സൂപ്പർ പൊസിഷൻ തിയറം ആണ് ഉപയോഗിക്കാറ്. ഓക്കെ, അപ്പൊ സൂപ്പർ പൊസിഷൻ തിയറം പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള Q4ത്തെ ഫോഴ്സ് കാണുന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോന്നിന്റെ ഫോഴ്സ് കാണാം. അതായത് Q1 കൊണ്ടുള്ള ആദ്യത്തെ ഫോഴ്സ് കാണാം. അതായത് എന്ത് വരും? F41 എന്നുള്ള ഫോഴ്സ് വരും. ഓക്കെ, F41 എന്നുള്ള ഫോഴ്സ് വരും. അപ്പൊ F41 എന്നുള്ള എന്ത് വരും? 9 ഇൻറ്റു 10⁻⁹ Q1 Q4 ഡിവൈഡ് ബൈ ഈ ഡിസ്റ്റൻസ്, അതിന്റെ സ്ക്വയർ. അതേപോലെ F42 ഇൻഡിവിജ്വൽ ആയിട്ട് കാണാം. F42 എന്ന് വെച്ചാൽ എന്താണ്? 9 ഇൻറ്റു 10⁻⁹ Q2 ഇൻറ്റു Q4 ഡിവൈഡ് ബൈ അത് തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. ഇതുപോലെ F43 ഇൻഡിവിജ്വൽ ആയിട്ട് കാണാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? അത് തമ്മിൽ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് F4 എന്നുള്ള ഫോഴ്സ്. ഓക്കെ, ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ലാസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ഒരു ടോപ്പിക് ആയിരുന്നു ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്നുള്ളത് ഒരു ചാർജിലാണ് കാണുക. ഇപ്പൊ രണ്ട് ചാർജ് ഉണ്ട്, Q എന്നുള്ള ചാർജും സ്മോൾ ലെറ്റർ Q എന്നുള്ള ചാർജും ഉണ്ട്. ഈ ചാർജിലെ ഇലക്ട്രിക് ഫീൽഡ് എത്രത്തോളം, ഇതിന്റെ ചുറ്റും എത്രത്തോളം ഫീൽഡ് എന്നുള്ളത് കണ്ടെത്താം. ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കാണാനുള്ള ലെറ്റർ ഡിനോട്ടിംഗ് ലെറ്റർ ആണ് E എന്നുള്ളത്. അപ്പൊ അത് ഫോഴ്സ് പെർ ചാർജ്. ഈ ഇതുകൊണ്ട് എന്തുണ്ടാകും? ഒരു ഫോഴ്സ് എന്തെങ്കിലും ഉണ്ടാകും, ഈ Q ഉണ്ടാകും. അതേ ഡിവൈഡ് ബൈ ഈ ചാർജ് ചെയ്താൽ, ഓക്കെ, ഫോഴ്സ് പെർ ചാർജ് ചെയ്താലാണ് എന്ത്? ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഓക്കെ, അപ്പോ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്തൊക്കെയായിരുന്നു വരിക? 1/4π എപ്സിലോൺ Q ഇൻറ്റു സ്മോൾ Q ഡിവൈഡ് ബൈ R² എന്നാണ് ഫോഴ്സ് വരിക. അതേ ഡിവൈഡ് ബൈ സ്മോൾ Q ചെയ്താൽ ആ രണ്ട് Qയും കൂടി ക്യാൻസൽ ആയി പോകും. ഓക്കെ, 1/4π എപ്സിലോൺ Q ഡിവൈഡ് ബൈ R² AR. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ടേമിന് 9 ഇൻറ്റു 10⁻⁹ Q/R² AR. ഓക്കെ ആണല്ലോ. ഇവിടെ ഒറ്റ ചാർജ് ഉണ്ടാവുള്ളൂ. Q1 ഇൻറ്റു Q2 എന്നുള്ളത് ഫോഴ്സ് ആണ് വരിക. അതേ ഡിവൈഡ് ബൈ Q ചെയ്താലാണ് വരിക ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഫോഴ്സിന്റെ യൂണിറ്റ് നേരത്തെ നമ്മൾ പറഞ്ഞു ന്യൂട്ടൺ ആണെന്ന്. Qന്റെ യൂണിറ്റ് ചാർജ് ആണ്. ഓക്കെ, അപ്പൊ ന്യൂട്ടൺ പെർ ചാർജിന്റെ യൂണിറ്റ് കൂളം ആണ്. ഓക്കെ, ചാർജിന്റെ യൂണിറ്റ് കൂളം ആണ്. ഇപ്പൊ ന്യൂട്ടൺ പെർ കൂളം എന്ന് വരും. ന്യൂട്ടൺ പെർ കൂളം. മറ്റൊരു യൂണിറ്റ് ആണിത് വോൾട്ട് പെർ മീറ്റർ. ഓക്കെ, വോൾട്ട് പെർ മീറ്റർ. അത് ഞാൻ പിന്നീട് പറഞ്ഞു തരാം അതെങ്ങനെ വന്നെന്നുള്ളത്. ഇപ്പൊ ന്യൂട്ടൺ പെർ കൂളം അല്ലെങ്കിൽ വോൾട്ട് പെർ മീറ്റർ, അത് രണ്ടും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിന്റെ യൂണിറ്റ് ആണ്.
നെക്സ്റ്റ് ടൈം ആണത് ഇലക്ട്രിക് ഫീൽഡ് ഇൻ ഡെൻസിറ്റി, ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി. ഓക്കെ, ഡെൻസിറ്റി ആണ്. അപ്പൊ ഡെൻസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? പെർ ഏരിയയാണ് എന്ത് പറയാറ് എപ്പോഴും ഡെൻസിറ്റി എന്ന് പറയാം. അപ്പൊ ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫ്ലക്സ് പെർ ഏരിയ. ഓക്കെ, ഫ്ലക്സ് പെർ ഏരിയനെയാണ് എന്ത് പറയാറ്? ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയാറ്. ഓക്കെ, അതിന്റെ അപ്പൊ ഈ ഇക്വേഷൻ ആണ് ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, ഫ്ലക്സ് ഈസ് ഈക്വൽ ടു എന്താണ്? ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ചാർജ് ആണ്. ഓക്കെ, ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ചാർജ് ആണ്. ഒരു ഇതിൽ കൂടെയുള്ള ഫ്ലക്സും അതിന്റെ ചാർജും ഈക്വൽ ആയിക്കാരം. അപ്പൊ കോളം എന്നുള്ളത് ആയിക്കാരം എന്തുണ്ടാവുക? ചാർജിന്റെ യൂണിറ്റ് ഉണ്ടാവുക. ഏരിയന്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ, കൂളം പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, അതേപോലെ മറ്റൊരു ഇക്വേഷൻ ആണ് ഡി ഇസ് ഈക്വൽ ടു എപ്സിലോൺ ഇ. ഓക്കെ, ഡി ഇസ് ഈക്വൽ ടു എപ്സിലോൺ ഇ എന്നുള്ള ഇക്വേഷൻ ഓർത്തിരിക്കുക. അപ്പൊ ഇന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇതിന് കൂടെ ഒരു എപ്സിലോൺ മൾട്ടിപ്ലൈ ആണെങ്കിൽ ഈ എപ്സിലോൺ നോട്ടും ഈ എപ്സിലോൺ നോട്ടും കൂടി ക്യാൻസൽ ആയി പോകും. അപ്പോൾ 1/4π എന്നുള്ള ഒരു ടേം ഉണ്ടാവുള്ളൂ. Q/r². അതേപോലെ ആ ഡയറക്ഷൻ. ഓക്കെ, ഞാനൊരു ചാർജ് എടുത്തു, Q എന്നുള്ള ഒരു ചാർജ് എടുത്തു. ഓക്കെ, അപ്പൊ Q എന്നുള്ള ഒരു ചാർജ് മൊത്തത്തോളം ഫ്ലക്സ് ലീവ് ചെയ്യുണ്ടാകും. ആ ഫ്ലക്സും ഈ ക്യൂവിന്റെ വാല്യൂ എന്തേക്കാരം? സെയിം ആയിക്കാരം വരാം. അപ്പൊ Q എന്നുള്ളത് വരും. അപ്പൊ ഇതിന്റെ മൊത്തത്തിലുള്ള ആ ഇത് നോക്കുകയാണെങ്കിൽ അതെന്തേക്കാരം? ഒരു ക്യൂബ് മോഡലേക്ക്, ഒരു സ്ഫെറിക്കൽ മോഡലേക്ക്. ഓക്കെ, സ്ഫെറിക്കൽ മോഡലേക്കാരം വരിക. ആ സ്ഫെറിക്കലിന്റെ ഏരിയ ആണ് എന്ത്? 4πr². ഓക്കെ, 4πr². അപ്പൊ Q/4πr². അതാണത് ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി. അതിന്റെ യൂണിറ്റ് ആണത് കൂളം പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇതിന്റെ കൂടെ എപ്സിലോൺ ഇ. ചിലപ്പോൾ നമുക്ക് ഇ തന്നിട്ടുണ്ടാകും, ഡി കാണാൻ ചോദിച്ചാൽ അതിന്റെ കൂടെ ഒരു എപ്സിലോൺ മൾട്ടിപ്പിൾ ചെയ്താൽ മതി. നെക്സ്റ്റ് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അതിലെ ഒന്നാണത് ലൈൻ ചാർജ് ഡെൻസിറ്റി. ഓക്കെ, ലൈൻ ചാർജ് ഡെൻസിറ്റി. ചാർജ് ഡെൻസിറ്റി, ലൈൻ ഡെൻസിറ്റി ആണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. അപ്പൊ ചാർജിന് ലൈൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? ലൈൻ ചാർജ് ഡെൻസിറ്റി കിട്ടും. ഓക്കെ, അപ്പൊ റോയൽ എന്നുള്ളത് എന്താണ്? Q/L എന്നായിട്ട് മാറും. ഓക്കെ, അപ്പൊ ലൈൻ ചാർജ് ഡെൻസിറ്റി ലെങ്ത് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ സാധാരണ EMTയിൽ എല്ലതും സ്മോൾ ആക്കിയിട്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാറാണ് പതിവ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ക്യൂവിന് പകരം സ്മോൾ ക്യൂ എടുത്തു. അപ്പൊ DQ/DL എന്നായിട്ട് മാറി. ഓക്കെ, DQ/DL എന്നായിട്ട് മാറി. അപ്പൊ നമുക്ക് DQ കാണണമെങ്കിൽ എന്ത് ചെയ്തു? ഈ DL-നെ ഇങ്ങോട്ട് മൾട്ടിപ്പിൾ ചെയ്തു. അപ്പൊ DQ = റോയൽ DL മാറി. അപ്പൊ ടോട്ടൽ ചാർജ് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? Q = ഇന്റഗ്രൽ റോയൽ DL. ഓക്കെ, അപ്പൊ ഒറ്റ ഇന്റഗ്രേഷൻ മതി. ഇനി രണ്ടാമതാണെന്ത്? സർഫേസ് ചാർജ് ഡെൻസിറ്റി. ഓക്കെ, സർഫേസ് ചാർജ് ഡെൻസിറ്റി അല്ലെങ്കിൽ ഏരിയ ചാർജ് ഡെൻസിറ്റി, റോയസ് എന്ന് പറഞ്ഞുകൊണ്ട് ഡിനോട്ട് ചെയ്യും. ചാർജ് പെർ ഏരിയ, സർഫേസ് ഏരിയയാണ് സർഫേസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ Q/S. അപ്പൊ ഇത് സ്മോൾ എടുക്കുകയാണെങ്കിൽ എന്ത് വരും? DQ/DS എന്നായിട്ട് മാറും. ഈ DS-നെ ഇങ്ങോട്ട് എടുത്താൽ എന്ത് വരും? DQ = റോയസ് DS എന്നായിട്ട് മാറും. DS എന്ന് വെച്ചാൽ ഏരിയയാണ്. അപ്പൊ Q കാണുന്നുണ്ടെങ്കിൽ എന്ത് വേണ്ടി വരും? ഡബിൾ ഇന്റഗ്രൽ വേണ്ടി വരും. ഓക്കെ, ഡബിൾ ഇന്റഗ്രൽ വേണ്ടി വരും. ഇതേപോലെ തന്നെയാണ് മൂന്നാമത് വോളിയം ചാർജ് ഡെൻസിറ്റി. ചാർജ് പെർ വോളിയത്തിനെയാണ് വോളിയം ചാർജ് ഡെൻസിറ്റി എന്ന് പറയാം. ഇതിനെന്താക്കി? DQ/dV എന്നാക്കിയിട്ട് റെപ്രസെന്റ് ചെയ്തു. ഇനി DV ഇപ്പുറത്തോട്ട് എടുത്താൽ DQ = ρV/dV എന്നായി മാറി. വോളിയം ആയതുകൊണ്ട് അതെന്താവും? ട്രിപ്പിൾ ഇന്റഗ്രൽ ആയിട്ട് മാറും. ഓക്കെ, ട്രിപ്പിൾ ഇന്റഗ്രൽ ആയിട്ട് മാറും. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? വോളിയം ചാർജ് ഡെൻസിറ്റി കാരണം വരിക. അധികം അതൊരു വോളിയത്തിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ കൂടുതലായിട്ട് Q = ട്രിപ്പിൾ ഇന്റഗ്രൽ ρV/dV എന്നാക്കിയിട്ട് റെപ്രസെന്റ് ചെയ്യാം. നെക്സ്റ്റ് പഠിക്കാനുള്ളതാണത് ഗോസ് ലോ. ഓക്കെ, ഗോസ് ലോന്റെ ഡെഫിനിഷൻ നോക്കുക. ദ നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് ലീവിംഗ് എനി ക്ലോസ്ഡ് സർഫേസ്, Gaussian surface, must be equal to the net charge enclosed by that closed surface divided by epsilon. ഓക്കെ, ഒരു ഇലക്ട്രിക് ഫ്ലക്സ് ഒരു ക്ലോസ്ഡ് സർഫസ് എടുത്തു. അതിന് നമ്മൾ എന്ത് പറയും? ഗോഷ്യൻ സർഫസ് എന്ന് പറയും. ഈക്വൽ ടു നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ, ഇതിൽ എത്രത്തോളം ചാർജ് ഉണ്ട് അത് എൻക്ലോസ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ എപ്സിലോൺ. അതാണ് എന്ത്? ഗോസ് ലോ പറയുന്നത്. ഓക്കെ, അപ്പൊ എത്രത്തോളം ഇതിൽ ഫ്ലക്സ് ലീവ് ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ് എന്ത്?
ഗോസ് ലോ പറയുന്നത്. ഓക്കെ, ക്യൂ ഡിവൈഡ് ബൈ എപ്സിലോൺ. ഇതിനകത്ത് ഇപ്പോൾ Q1, Q2, Q3, Q4 എന്ന് പറഞ്ഞ ഒരു 4 ചാർജ് ഉണ്ടെങ്കിൽ ടോട്ടൽ ഫ്ലക്സ് എന്തായിക്കാരം വരിക? ഫ്ലക്സ് ഈസ് ഈക്വൽ ടു Q1 പ്ലസ് Q2 പ്ലസ് Q3 പ്ലസ് Q4 ഡിവൈഡ് ബൈ എപ്സിലോൺ. ഓക്കെ, ഡിവൈഡ് ബൈ എപ്സിലോൺ. അതാണ് എന്ത് ഗോസ് ലോ പറയുന്നത്. ഇപ്പൊ ഗോസ് ലോനെ നമുക്ക് ഇന്റഗ്രൽ ആക്കി റെപ്രസെന്റ് ചെയ്യണം. ഇന്റഗ്രൽ ആക്കി റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഫ്ലക്സ് ലീവ് ചെയ്യുന്നതിനെയാണ് എന്താ പറയാറ്? ഈ ഇക്വേഷൻ കൊണ്ട് ഡബിൾ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് തന്നെയാണ് റെപ്രസെന്റ് ചെയ്യാറ്. ഓക്കെ, ഫ്ലക്സ് ലീവ് ചെയ്യുന്നതിനാണ് ഡബിൾ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. അതായത് ഒരു ചെറിയ ഒരു ഏരിയ എടുക്കും, അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി വിത്ത് ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ആ ഏരിയ എടുത്താൽ എന്ത് കിട്ടും? നമുക്ക് ഡബിൾ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഫ്ലക്സിനെയാണ് ഡബിൾ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്നാക്കിയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്യൂ എന്നുള്ളത് ഓക്കെ, ഒരു വോളിയം എടുക്കുകയാണെങ്കിൽ ക്യൂവിന്റെ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ വോളിയം ചാർജ് ഡെൻസിറ്റിന്റെ ടേമിൽ എഴുതുകയാണെങ്കിൽ ട്രിപ്പിൾ ഇന്റഗ്രൽ റോ വി ഡി വി എന്നാക്കിയിട്ട് റെപ്രസെന്റ് ചെയ്യും, ഡിവൈഡ് ബൈ എപ്സിലോൺ. ഇനി ഞാൻ ഈ എപ്സിലോൺ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എപ്സിലോൺ ഇ എന്നായിട്ട് മാറും. എപ്സിലോൺ ഇ ആണ്, ഇ ഈസ് ഈക്വൽ ടു എന്താ വരിക? എപ്സിലോൺ ഇ ആണ്. അപ്പൊ നമുക്ക് എപ്സിലോൺ ഇക്ക് പകരം ഡി ഡോട്ട് ഡി എസ് എന്നാക്കിയിട്ട് റെപ്രസെന്റ് ചെയ്യാം, ട്രിപ്പിൾ ഇന്റഗ്രൽ റോ വി ഡി വി. ഓക്കെ, അപ്പൊ ഗോസ് ലോന്റെ ഇന്റഗ്രൽ ഫോം ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇനി ഇതേപോലെ തന്നെ ഇതിന്റെ എന്തുണ്ട്? ഡിഫറൻഷ്യൽ ഫോം. ഓക്കെ, ഡിഫറൻഷ്യൽ ഫോം നമ്മൾ ഡൈവേർജൻസ് തിയറം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡൈവേർജൻസ് തിയറം എന്താണ് പറയുന്നത്? ഡൈവേർജൻസ് ഡി ഡബിൾ ഇന്റഗ്രലിനെ ട്രിപ്പിൾ ഇന്റഗ്രൽ ആക്കി മാറ്റാം. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ഡബിൾ ഇന്റഗ്രൽ ഉണ്ടല്ലോ, അപ്പൊ അതിനെ ഞാൻ ട്രിപ്പിൾ ഇന്റഗ്രൽ ആക്കി മാറ്റി. ഓക്കെ, അപ്പൊ ഡൈവേർജൻസ് ആക്കിയിട്ട് റെപ്രസെന്റ് ചെയ്തു, ഡെൽ ഡോട്ട് ഇ എന്നാക്കിയിട്ട് റെപ്രസെന്റ് ചെയ്തു, ഡെൽ ഡോട്ട് ഇ ഡി വി എന്നാക്കിയിട്ട് റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഈ ഇ ഡോട്ട് ഡി എസിനെയാണ് ഇങ്ങനെ ഇറക്കി റെപ്രസെന്റ് ചെയ്തത്. ഈക്വൽ ടു എന്താണ്? ഈ ടേം ഉള്ളത്. അപ്പൊ ഇവിടെ 3 ട്രിപ്പിൾ ഇന്റഗ്രൽ ഉണ്ട്, 3 ട്രിപ്പിൾ ഇന്റഗ്രൽ ഉണ്ട്. ഡെൽ ഡോട്ട് ഇ എന്നായി ഡി വി എന്നുള്ളതും ഡി വി എന്നുള്ളതും ക്യാൻസൽ ആയി പോയി. അപ്പൊ ഡെൽ ഡോട്ട് ഇ, അതാണ് ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു ഇവിടെ ബാക്കി എന്നുള്ളത് റോ വി ബൈ എപ്സിലോൺ, റോ വി ബൈ എപ്സിലോൺ. അതാണത് ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഗോസ് ലോ എന്നുള്ളത്. ഓക്കെ, ഈ എപ്സിലോണിനെ ഇങ്ങോട്ട് എടുത്താലും എന്തോരും എപ്സിലോൺ ഇ എന്നായിട്ട് മാറും. എപ്സിലോൺ ഇന്റെ വാല്യൂ ആണ് ഡെൽ ഡോട്ട് ഡി ഇസ് ഈക്വൽ ടു റോ വി എന്നായിട്ട്. ഓക്കെ, ഈ ഇക്വേഷൻസും കൂടെ എന്താ ചെയ്യുക? ഓർത്തിരിക്കുക. ഇനി നമുക്ക് എന്താ ചെയ്യാം? ഇതുവരെ പഠിച്ചതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. നമുക്ക് 3 ചാർജ് എന്നുണ്ട്, Q1, Q2, Q3. അതിന്റെ ലൊക്കേഷനും തന്നിട്ടുണ്ട്, 0, 0, 0, 1, 1, 1. ഓക്കെ, ഡിറ്റർമൈൻ ദ നെറ്റ് ഫോഴ്സ് ഓൺ Q3. Q3യിൽ ടോട്ടൽ ഫോഴ്സ് കണ്ടെത്തണം. അപ്പൊ Q1 കൊണ്ടും ഒരു ഫോഴ്സ് ഉണ്ടാവും, Q2 കൊണ്ടും ഒരു ഫോഴ്സ് ഉണ്ടാവും. അതാണ് കാരണം. അപ്പൊ Q1 എന്നുള്ളത് ഒറിജിനിലാണ് 0, 0 Q2 എന്നുള്ളത് 0, 1 അപ്പൊ അത് ഏകദേശം ഇവിടെ ആയിട്ട് വരും. Q3 എന്നുള്ളത് 1, 1 അപ്പൊ ഏകദേശം ഇത് ഇവിടെ വരും. അപ്പൊ നെറ്റ് ഫോഴ്സ് കാണണം. ഇതുകൊണ്ടും ഒരു ഫോഴ്സ് ഉണ്ടാകും, ഇതുകൊണ്ടും ഒരു ഫോഴ്സ് ഉണ്ടാകും. ഇതിനെ F21 എന്നും ഇതിനെ F32 എന്നും F31 ആക്കിയിട്ടും റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ഫോഴ്സ് 3 ഓൺ ഡ്യൂ ടു 2. F31 എന്ന് വെച്ചാൽ ഫോഴ്സ് ഓൺ 3 ഡ്യൂ ടു 1. അങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാറ്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പൊ F31 F32 കൂടി എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ, F31 F32 കൂടി ആഡ് ചെയ്യണം. അപ്പൊ F31 എന്ന് വെച്ചാൽ എന്തായിരിക്കും വരിക? അതായത് അതിന് ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ടാകും, ഡയറക്ഷൻ ഉണ്ടാകും. F32 എന്നുള്ളതിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ടാകും, ഡയറക്ഷൻ ഉണ്ടാകും. മാഗ്നിറ്റ്യൂഡ് നമ്മൾ Q1 Q2 ഡിവൈഡ് ബൈ R സ്ക്വയർ, ആ ഇക്വേഷൻ ആണ്. A31 എന്നുള്ളത് അതേപോലെ അതിന്റെ ഡയറക്ഷൻ ഉണ്ടാകും. അപ്പൊ F31 എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ഇതാണ് എന്ത്? F31 എന്നുള്ളത്. അപ്പോൾ 1/4πε. അതിന് പകരം എന്ത് ചെയ്തു? 9 × 10⁻⁹ എന്ന്. പിന്നെ ഇത് തമ്മിലുള്ള ചാർജ് Q1ന്റെയും Q3ന്റെയും ചാർജ്, Q1 Q3 ചാർജ് തൊട്ട് മുമ്പ് നോക്കുക. Q1 1 മൈക്രോ കൂളം ആണ്, Q3 -1 മില്ലി കൂളം ആണ്. ഓക്കെ, അപ്പോൾ 1 മൈക്രോ കൂളം × 1 മില്ലി കൂളം. ഓക്കെ, അതെഴുതി ഡിവൈഡ് ബൈ R സ്ക്വയർ ആണ്. ഈ ഡിസ്റ്റൻസ് ആണ് നോക്കേണ്ടത്. ഇതൊരു ട്രയാങ്കിൾ ആണ് വരിക. അപ്പൊ ഈ ഡിസ്റ്റൻസ് 1 ആണ്, ഈ ഡിസ്റ്റൻസ് 1 ആണ്. √1² + 1². ഓക്കെ, 6 എന്നുള്ളത് എന്ത് വരും? √1² + 1² √2 എന്നായിട്ട് തരം വരിക ഈ ഡിസ്റ്റൻസ്. ഇപ്പൊ √2ന്റെ സ്ക്വയർ എന്നായിട്ട് മാറി. ഇനി A31 എന്നുള്ള ഡയറക്ഷൻ ആണ് ഈ ബ്രാക്കറ്റിൽ കാണിച്ചിട്ടുണ്ട്. A31 എന്നുള്ള
ഡയറക്ഷൻ വരികയാണെങ്കിൽ, അതായത് ഇതിന്ന് ഈ വാല്യൂ മൈനസ് ചെയ്യാം. ഓക്കെ, എക്സിന്റെ കോർഡിനേറ്റ്സ് 0 - 1 ഇൻറ്റു എ എക്സ് ക്യാപ്പ് പ്ലസ് 0 - 1 എ വൈ ക്യാപ്പ് ഡിവൈഡ് ബൈ ആ ഡിസ്റ്റൻസ്. ഓക്കെ, അതാണ് എന്ത് യൂണിറ്റ് വെക്റ്റർ വരിക. അതേപോലെ F31 ഉള്ളത്. ഓക്കെ, F31 എന്നുള്ളത് ഇത് ഈ യൂണിറ്റ് വെക്റ്റർ ആണ്. ഓക്കെ, അപ്പൊ ആ വെക്റ്റർ ഡിവൈഡ് ബൈ അതിന്റെ ഡിസ്റ്റൻസ്, അതാണ് ഈ കാണിച്ചിട്ടുള്ളത്. F32 എന്നുള്ളത് എന്താണ്? F32 9 × 10⁻⁹ വരും. ഇതിൻ്റെത് 1 മൈക്രോ കോളം ആയിരുന്നു, ഇതിന്റെ 1 മില്ലി കോളം ആയിരുന്നു. ഓക്കെ, അപ്പൊ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും, ഡിവൈഡ് ബൈ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഇത് തമ്മിൽ സ്ട്രെയിറ്റ് ലൈൻ ആണ്, അപ്പൊ അതിന്റെ ഡിസ്റ്റൻസ് 1 ആയിക്കാരം വരിക, അപ്പോൾ 1² എന്ന് വരും. ഓക്കെ, പിന്നെ എന്ത് വരും? ഇതിന്റെ ഡയറക്ഷൻ വേണം. ഓക്കെ, A32 എന്നുള്ള ഡയറക്ഷൻ വേണം. A32 എന്നുള്ള ഡയറക്ഷൻ വരുമ്പോൾ എന്ത് വരും? 0 എക്സ് കോർഡിനേറ്റ് നോക്കുക, 0 - 1 അപ്പൊ 0 - 1, അപ്പൊ -ax എന്ന് വരും. 1 - 1 ഇൻറ്റു എ വൈ ക്യാപ്പ്, അത് 0 ആയിട്ട് പോകും. ഓക്കെ, -ax ക്യാപ്പ്. അപ്പൊ ഇവിടെ ഒരു 10⁻⁹ ഉണ്ടാക്കും. ഈ 10⁻⁹ ക്യാൻസൽ ആയി പോകും. ഇവിടെയും അതേപോലെ 10⁻⁹ ഇൻറ്റു 10⁻⁹ ക്യാൻസൽ ആയി പോകും. അപ്പോൾ 9 ബൈ ഇത് 2 √2 ഈ ഡയറക്ഷൻ പ്ലസ് 9 ഇൻറ്റു -ax ക്യാപ്പ് എന്നായിട്ട് ലാസ്റ്റ് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഓക്കെ, ഈ ന്യൂട്രൽ. ഓക്കെ, ആ പ്രൊസീജിയർ എന്ത് ചെയ്യാം ഒന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് ഒരു പ്രോബ്ലം, എ ചാർജ് is distributed on x-axis of Cartesian system having line charge density. നമുക്ക് ലൈൻ ചാർജ് ഡെൻസിറ്റി ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, കൂളം പെർ മീറ്റർ 3x² മൈക്രോ കൂളം പെർ മീറ്റർ. ഫൈൻഡ് ദ ടോട്ടൽ ചാർജ് ഓവർ ദ ലെങ്ത് ഓഫ് 10 മീറ്റർ. ഓക്കെ, അപ്പൊ നമുക്ക് റോയൽ എന്നാണ് തന്നിട്ടുള്ളത്. റോയൽ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ക്യൂ ബൈ ലെങ്ത് ആയിരുന്നു. നമ്മളതിനെ dq/dl എന്നാക്കിയിട്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ dq = എന്ത് വരും? റോയൽ dl എന്നാക്കിയിട്ട് വരും. അപ്പോൾ അത് ലൈൻ ആയതുകൊണ്ട് എന്തായിക്കാരം? സിംഗിൾ ഇന്റഗ്രൽ ആയിക്കാരം വരിക. സിംഗിൾ ഇന്റഗ്രൽ ലെങ്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഇന്റഗ്രേഷൻ എവിടെ ചെയ്യേണ്ടത്? 10 മീറ്റർ ആണ്. അപ്പോൾ 0 to 10 അതായിക്കാരം വരിക എന്ത്? ക്യൂ എന്നുള്ളത് വരിക. അപ്പോൾ q = റോയൽ dl. റോയലിന്റെ വാല്യൂ 3x² എന്ന് തന്നിട്ടുണ്ട്, dx. അപ്പോൾ 0 to 10 ഇന്റഗ്രേറ്റ് ചെയ്യുക. x² ചെയ്താൽ x³ / 3, ഇത് ക്യാൻസൽ ആയി പോയി, x³ എന്ന് വരും. x³ ചെയ്താൽ എന്ത് വരും? 10³ എന്ന് വരും. ഓക്കെ, 1000 എന്നുള്ള വാല്യൂ വരും. ഡെൻസിറ്റി മൈക്രോ കൂളം പെർ മീറ്റർ ആണെന്നുള്ളത്, അപ്പോൾ മൈക്രോ എന്ന് വെച്ചാൽ 1000 മൈക്രോ കൂളം എന്നായിട്ട് ആൻസർ വരും. ഓക്കെ, അതിനാണത് 1 മില്ലി കൂളം എന്നുള്ളത്. അതേപോലെ ഒരു വോളിയം ചാർജ് ഡെൻസിറ്റി ആണ്, ρV എന്നുള്ളതാണ് തന്നത്. അപ്പൊ ρV എന്നുള്ളത് വെച്ചാൽ എന്താണ്? ക്യൂ പെർ വോളിയം ആണ്. അപ്പൊ d³ എന്ന് വരും. അപ്പൊ dq എന്നുള്ളത് എന്ത് വരും? ρV dV എന്നായിട്ട് മാറും. അപ്പൊ ക്യൂ കാണുന്നുണ്ടെങ്കിൽ വോളിയം ആയതുകൊണ്ട് ട്രിപ്പിൾ ഇന്റഗ്രൽ വരും. അപ്പൊ ρV dV. ഓക്കെ, അപ്പോൾ ഇന്റഗ്രേഷൻ ചെയ്യേണ്ടത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ തന്നെയാണ് തന്നിട്ടുള്ളത്. റോവിന്റെ വാല്യൂ 10z² x sin π എന്നാണ്, π × y എന്നാണ് തന്നിട്ടുള്ളത്. എക്സ് കോർഡിനേറ്റിന്റെ എന്താണ്? -1 മുതൽ 2 വരെയാണ്, y 0 മുതൽ 1 വരെയാണ്, z 3 മുതൽ 3.6 വരെയാണ്. അപ്പൊ അങ്ങനെയാണ് എന്ത് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ dv എന്നുള്ളത് എന്താ പറയുക? dv കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ dv എന്നുള്ളത് dx dy dz എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ആ കാര്യങ്ങളൊക്കെ ഇവിടെ ആവശ്യമാണ്. ഇതിനി മറ്റേ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ സിലിണ്ടറിക്കൽ ആണെങ്കിലും അതേപോലെ സ്ഫെറിക്കൽ ആണെങ്കിലും ഡിവിന്റെ ഇക്വേഷൻസ് എന്താവും? മാറും. ഓക്കെ, ആ ഇക്വേഷൻസ് പഠിച്ചിരിക്കണം. അപ്പൊ dq = ρV dV എന്നാണ്, q = ρV dV വോളിയം. ഓക്കെ, ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇൻറ്റു dx dy dz. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു x ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം, ഇന്റഗ്രേറ്റ് ചെയ്യണം, y ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം, z ആയിട്ട് ഇന്റഗ്രേറ്റ്. ഈ ടേമിനെ ആദ്യം z ആയിട്ട് ചെയ്താൽ ഇതിൽ z-ന്റെ ടേം z² എന്നുള്ളത്, അപ്പൊ z-നെ ചെയ്താൽ z³ / 3 എന്നുള്ള ഒരു ടേം കിട്ടും. ഓക്കെ, പിന്നെ x ഉണ്ട്, x-നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ x² / 2 എന്ന് കിട്ടും.
സൈൻ പൈ വൈ, സൈനിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് കോസ് പൈ വൈ വൈ എന്ന് വരും. ഓക്കെ, അതിന് ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആൻസർ ഉണ്ട്. ഓക്കെ, ചെയ്തു നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഡി ഇൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം അറ്റ് എ പോയിന്റ് പി 6, 8, -10 due to the point charge of 40 millicoulombs at the origin. ഡി എന്നാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അവിടെ ഒരു പോയിന്റ് ചാർജ് തന്നിട്ടുണ്ട്, ക്യൂ തന്നിട്ടുണ്ട്. ഏത് പോയിന്റിൽ? പി എന്നുള്ള പോയിന്റിലാണ് കാണാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ക്യൂ എന്നുള്ളത് ഒറിജിനിലാണ്, ഡി എന്നുള്ളത് ഈ പോയിന്റിലുമാണ്. ഓക്കെ, അപ്പൊ ഡി ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഡിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ക്യൂ ബൈ 4πr². ഓക്കെ, എപ്സിലോൺ ഇ എന്നായിരുന്നു. അപ്പൊ ക്യൂ ബൈ 4πr². ചാർജ് പെർ ഏരിയ. ഇപ്പൊ ക്യൂവിന്റെ വാല്യൂ, അപ്പോൾ അതില് ക്യൂവിന്റെ വാല്യൂ നമുക്ക് ഇന്നുണ്ട്. ആറിന്റെ വാല്യൂ കാണണം. ആറിന്റെ വാല്യൂ കാണണം എന്ന് വെച്ചാൽ എന്താണ്? ഈ രണ്ട് പോയിന്റും, ഓക്കെ, രണ്ട് പോയിന്റും തമ്മിലാണ്. പി എന്നുള്ള ഒരു പോയിന്റ് ഉണ്ട്, അത് 6, 8, -10 എന്ന് പറഞ്ഞ പോയിന്റിലാണ്. പിന്നെ ക്യൂ എന്നുള്ളത് ഒറിജിനിലാണുള്ളത്. ഓക്കെ, ക്യൂ എന്നുള്ളത് ഒറിജിനിലാണുള്ളത് 0, 0, 0യിലാണ്. ഓക്കെ, അപ്പൊ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാം. ഡിസ്റ്റൻസ് കാണാന്ന് വെച്ചാൽ 6 - 0 ഇൻറ്റു എ എക്സ് ക്യാപ്പ് പ്ലസ് 8 - 0 ഇൻറ്റു എ വൈ ക്യാപ്പ് -10 - 0 എ സെഡ് ക്യാപ്പ്. ഓക്കെ, അപ്പോൾ എ ആർ എന്നുള്ള വെക്ടർ എന്തേക്കാരം വരിക? 6ax 8ay -10 az. ഓക്കെ, അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡ്, ഓക്കെ, അതിന്റെ ആർ എന്നുള്ളത് എന്താക്കാൻ വരിക? അതിന്റെ മാഗ്നിറ്റ്യൂഡ് √r² + 8² + -10 ഇൻറ്റു സ്ക്വയർ. നമുക്ക് എന്ത് കിട്ടി? √200 എന്നുള്ള ഇത് കിട്ടി. ഓക്കെ, ഇത് എ ആർ എന്നുള്ള വെക്ടറാണ്. അപ്പൊ ഇവിടെ യൂണിറ്റ് വെക്ടർ ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, യൂണിറ്റ് വെക്ടർ എന്ന് വെച്ചാൽ എന്താണ്? വെക്ടർ ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, അപ്പൊ വെക്ടർ ഇത് കിട്ടി, ഡിവൈഡ് ബൈ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ചെയ്താൽ ഇത് കിട്ടി. അപ്പൊ എ ആർ എന്നുള്ള വാല്യൂ നമ്മൾ എന്ത് ചെയ്ത് കണ്ടെത്തി. ക്യൂവിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ക്യൂവിന്റെ വാല്യൂ എത്രയാണ്? 40 millicoulombs ആണ് തന്നിട്ടുള്ളത്. ആർ എന്നുള്ളതും നമ്മൾ എന്ത് ചെയ്തു? ഇപ്പോൾ കണ്ടെത്തി. അപ്പൊ ആ വാല്യൂസ് എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ക്യൂ എന്നുള്ളത് 40 millicoulombs ആണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 4π ഇൻറ്റു ആറിന്റെ വാല്യൂ √200 എന്നാണ്, അതിന്റെ സ്ക്വയർ. ആറിന്റെ വാല്യൂ തൊട്ട് മുമ്പ് കണ്ടെത്തിയ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി ആൻഡ് വോളിയം ചാർജ് ഡെൻസിറ്റി. ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി ഇത് പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി കാണാം. ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് വെച്ചാൽ ഏതാണ്? ഡി എന്നുള്ളതാണ്. വോളിയം ചാർജ് ഡെൻസിറ്റി എന്ന് വെച്ചാൽ ഏതാണ്? ρv എന്നാണ്. ഇത് രണ്ടുമാണ് കാണാനുള്ളത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി തന്നിട്ടുണ്ട് ഇ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഡിയും ഇയും തമ്മിലുള്ള റിലേഷൻ എന്ത് ചെയ്യണം? ആദ്യം അറിഞ്ഞിരിക്കണം. ഡിയും ഇയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഡി ഇസ് ഈക്വൽ ടു എപ്സിലോൺ ഇ എന്നാണ്. ഇനി നമുക്ക് ചിലപ്പോൾ തിരിച്ചു തരാം. ഡി തന്നിട്ട് ഇ കാണാൻ പറഞ്ഞാല് ഡിവൈഡ് ബൈ എപ്സിലോൺ ചെയ്താൽ മതി. അപ്പൊ ഡി ഇസ് ഈക്വൽ ടു എപ്സിലോൺ ഇ എന്നാണ്. ഓക്കെ, അപ്പൊ ഇതിനെ എപ്സിലോൺ ആയിട്ട് എന്ത് ചെയ്യാണ്? മൾട്ടിപ്ലൈ ചെയ്യാണ്. ഡി ഇസ് ഈക്വൽ ടു എപ്സിലോൺ ഇ എന്നാണ്. എപ്സിലോൺ എന്ന് വെച്ചാൽ എപ്സിലോൺ ഇൻറ്റു എപ്സിലോൺ ആർ. എപ്സിലോൺ ആറിനെ കുറിച്ചൊന്നും പറയാത്തോണ്ട് അത് എയറിൽ എടുക്കുക. അപ്പൊ എപ്സിലോൺ ഇ എന്ന് വരും. എപ്സിലോണിന്റെ വാല്യൂ ആണ് എന്ത്? 8.854 ഇൻറ്റു 10⁻12. ഇന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, അത് ഏതായ പോലെ. ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതി. ഇതാണ് നമുക്ക് കിട്ടിയ ഡി എന്നുള്ളത്. ഓക്കെ, പിന്നെ കാണാൻ ചുറ്റുള്ളത് റോവി കാണാൻ ചുറ്റും. റോവി എന്നുള്ളത് എന്താണ്? വോളിയം ചാർജ് ഡെൻസിറ്റി ആണ് റോവി എന്നുള്ളത്. അപ്പൊ ഗോസ്ലോ പ്രകാരം നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഡെൽ ഡോട്ട് ഡി ഇസിക്കൽ ടു എന്താണ്? റോവി ആണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഡി തൊട്ട് മുമ്പ് കണ്ടെത്തി, അതും വിത്ത് റെസ്പെക്ട് ടു ഡെല്ലറ്റ് ഡോട്ട് പ്രോഡക്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വോളിയം ചാർജ് ഡെൻസിറ്റി കിട്ടും. ഓക്കെ, അപ്പൊ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഡെല്ല് ഡോ ബൈ ഡോ എക്സ് ഓഫ് എ എക്സ് ക്യാപ്പ്, ഡോ ബൈ ഡോ എ വൈ ക്യാപ്പ്, ഡോ ബൈ ഡോ സെറ്റ് ഓഫ് എ സെഡ് ക്യാപ്പ്. ഡിന്റെ വാല്യൂ ഈ ടൈം. അപ്പൊ എക്സ് എക്സ് ഈ ടൈം ആയി കാരണം ഡിഫറൻഷിയേറ്റ് കിട്ടുക. ഓക്കെ, എക്സ് ഡോട്ട് വൈ ചെയ്താൽ 0 ആയി പോകും. ഓക്കെ, അപ്പൊ അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി. ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡി എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ഡി വൈ പ്ലസ് ഡോ ബൈ ഡോ സെറ്റ് ഓഫ് ഡി സെഡ്. ഓക്കെ, ഈ വാല്യൂ ആണ് കാണാനുള്ളത്. ഡി എക്സ് എന്നുള്ളത് ഏതാണ്? തൊട്ട് മുമ്പുള്ള ഇതാണ് ഡി എക്സ് എന്നുള്ളത്. ഡി വൈ എന്നുള്ളത് ഏതാണ്? ഇതാണ്. ഡി സെഡ് എന്നുള്ളത് 0 ആണ്. ഇതിൽ സെഡിന്റെ ആക്സസ് ഇല്ല. ഇത് ചെയ്താൽ മതി.
ഓക്കെ, അപ്പോൾ അതാണ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡി എക്സ് ആണ് ഈ കാണുന്നത്, ഡോ ബൈ ഡോ എഫ് ഓഫ് ഡി വൈ ആണ്. ഈ ടൈം എന്തായി പോകും, 0 ആയി പോകും. ഇതിന് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്താൽ എന്താ എക്സ് ബൈ എക്സ് 1 ആയി പോകും. ബാക്കി 8.854 ഇൻറ്റു 10⁻12 വൈ വരും. ഓക്കെ, ചാർജ് ഡെൻസിറ്റിന്റെ കൂളം പെർ മീറ്റർ ക്യൂബ് എന്നുള്ളേക്കാൾ യൂണിറ്റ് ഉണ്ടാവും. ഓക്കെ ആണല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.